ഇന്നത്തെ രാത്രി സന്ദേശമായിട്ട് നൽകുന്നത് ചെറിയാൻ ജോസ് എന്ന് പറയുന്ന വ്യക്തി വളരെ വികൃതമായിട്ട് വാശിയോടുകൂടി പച്ചയ്ക്ക് പറഞ്ഞ തെറിക്ക് ഒരു മറുപടിയാണ്. കുറച്ച് അഡൽട്സ് ഓൺലി എന്ന് തോന്നാവുന്ന രീതിയിലാണ്. എന്നാലും ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ചില ക്രിസ്ത്യാനികൾക്കും ചില മുസ്ലിങ്ങൾക്കും വീണ്ടും വീണ്ടും അത് പറയാനുള്ള ഒരു അവസരമായതുകൊണ്ട് ആ ചെറിയാൻ ജോസ് എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത്, നീ ശിവലിംഗം ആരാധിക്കുന്നത് ഏത് ഈശ്വരന്റെ ലിംഗമാണ്, അത് മനുഷ്യന്റെ ജനനേന്ദ്രിയം തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഇങ്ങനെയുള്ള ഭാഷയൊന്നുമല്ല, വളരെ തറ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് കുറേ ചോദ്യങ്ങളും ഉണ്ട്. ചെറിയാൻ ജോസിനും ശിവലിംഗം ആരാധിക്കുന്നതിൽ എതിർപ്പുള്ളവരും അല്ലെങ്കിൽ അവഹേളിക്കുന്നവരുമായിട്ടുള്ളവരോടുള്ള ഉത്തരം അത് ഒരു ഉത്തരമല്ല, കുറേ കാര്യങ്ങളുണ്ട്, 2-3-4 പോയിന്റുകളുണ്ട്. അതിൽ ചെറിയാൻ ജോസിന് മാത്രമല്ല ഈ വീക്ഷണമുള്ളവർക്ക് ശിവൻ എന്ന് പറയുന്ന സങ്കല്പം, ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പം, പ്രകൃതിയിലെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ ചൈതന്യത്തിന് ഋഷിമാര് ഒരു രൂപം കൊടുത്തു എന്നേ ഉള്ളൂ. അള്ളാഹുവിന് രൂപം കൊടുത്തില്ല, യഹോവയ്ക്ക് രൂപം കൊടുത്തില്ല. പക്ഷെ ഒരു ഇമാജിനറി ദേവതാ സങ്കല്പമാണ്. ഭാരതത്തില് ഇച്ഛാശക്തിക്കും ജ്ഞാനശക്തിക്കും ക്രിയാശക്തിക്കും രൂപം കൊടുത്തു, സൃഷ്ടിസ്ഥിതി സംഹാരത്തിനും രൂപം കൊടുത്തു. ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ പോലെയോ ഉള്ള മനുഷ്യരായിരുന്നില്ല ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര്. അപ്പൊ ശിവന് ലിംഗം എന്ന ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല. അത് ഒന്നാമത്തെ പോയിന്റ്, കാരണം രൂപഭാവങ്ങളില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ്, ശിവലിംഗം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ തമിഴ്നാട്ടിൽ മാത്രമാണ് ഷാർപ്പായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് മനുഷ്യന്റെ ലിംഗത്തിന്റെ ആകൃതിയുമല്ല, വെറുതെ നേരെ ആറ്റമിക് റിയാക്ടർ മാതിരി തന്നെയാണത്. അത് നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെയല്ല, അതൊരു ചെറിയ കുന്ന് മാതിരിയാണ്. ശരിക്കും ശിവലിംഗം എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മൗണ്ട് കൈലാസ പർവ്വതത്തിന്റെ മിനിയേച്ചർ ഫോമാണ് ശിവലിംഗം. അതിനെ കുറെ കൂടി തച്ചുശാസ്ത്രം ചേർത്ത് 11 ഇഞ്ച് പൊക്കത്തിൽ ഉയർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതും ലിംഗവുമായിട്ട് ഒരു ബന്ധമില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ്, ശരിക്കും രണ്ടാമത്തെ പോയിന്റ്, മൗണ്ട് കൈലാസ് എടുക്കാനുള്ള കാരണം തന്നെ ഭൂമിയിലെ കാലാവസ്ഥയുടെ വലിയൊരു ഭാഗത്തിനെ നിയന്ത്രിക്കുന്നത് മൗണ്ട് കൈലാസ് ആണെന്ന് വളരെ വ്യക്തമായിട്ട് തെളിവ് കിട്ടിയത് കൊണ്ടാണ് ഇത് എടുക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ആ രൂപത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ശിവലിംഗ രൂപത്തിന്റെ പ്രത്യേകതയും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 448 ആറ്റമിക് റിയാക്ടർ ലോകത്തിലുള്ളതിൽ 448ഉം ശിവലിംഗത്തിന്റെ ആകൃതിയിലുള്ളതാണ്. ആറ്റമിക് റിയാക്ടറുകൾ ലോകത്തിൽ ആരംഭിച്ചത് 1950കളിലാണ്. പക്ഷേ ശിവലിംഗം 3000-4000 വർഷമായിട്ട് ലോകത്തിലെ എല്ലായിടത്തുണ്ട്. കെനിയയിലുണ്ട്, എത്യോപ്യയിലുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് പഴയ ശിവലിംഗം കാണാൻ സാധിക്കും. ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളതാണ്. ഇനി ശിവലിംഗത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ലിംഗം എന്ന വാക്കിന്റെ അർത്ഥം ലിം ഗമയതീതി ലിംഗ, എനർജി മുകളിലേക്ക് പോകുന്നത് കൊണ്ടാണ് അതിനെ ലിംഗം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ആ ശിവലിംഗത്തിന് ഒരു തരത്തിലും ജനനേന്ദ്രിയവുമായിട്ട് പെടുത്തിയാലും കുഴപ്പമില്ല. പെടുത്തിയാലും കുഴപ്പമില്ല. എന്താ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം അറിയോ? മനുഷ്യന്റെ ജന്തുജാലങ്ങളുടെ അവയവങ്ങളെല്ലാം തന്നെ പ്രകൃതിയുടെ സൃഷ്ടിയാണ്. അതിൽ ഒരെണ്ണം മോശം, ഒരെണ്ണം നല്ലത് എന്നില്ല. മനുഷ്യന്റെ ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ജനനേന്ദ്രിയങ്ങള് എല്ലാം, അതെല്ലാം കൂടി ചേർന്നതാ മനുഷ്യൻ എന്ന് പറയുന്നത്. ഹിന്ദുക്കൾക്ക് ജനനേന്ദ്രിയമോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പുരുഷന്റെ രൂപമോ ആ ശരീരഭാഗങ്ങളോ ഒന്നും വർജ്യമല്ല. ഖജുരാഹോ ക്ഷേത്രത്തിൽ പോയാൽ സെക്സ് മുഴുവനും പച്ചയ്ക്ക് കാണാം. അത് കണ്ടിട്ട് വികാരം പോണ്ട് ആരും അവിടെ ഇന്റർകോഴ്സ് നടത്തിയിട്ടുമില്ല. ആ ഭാരതത്തിൽ മാനുഷികമായിട്ടുള്ള സർവ്വതിനും ഒരേ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. സെക്സ് എന്ന് പറയുന്നത് രാഷ്ട്ര സംരക്ഷണത്തിനും ധർമ്മ സംരക്ഷണത്തിനും വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന പ്രജോൽപാദനാണ്. ഗർഭാധാനം എന്ന് പറയുന്നത് വലിയ ഒരു ആചാരമാണ്. 16 കർമ്മങ്ങളില് 16 സാക്രമെന്റ്, 16 കർമ്മങ്ങളില് വിവാഹം കഴിഞ്ഞ് ഗർഭാധാനം എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമായിട്ടുള്ളതാണ്. 10-37 സ്ത്രീകളെ വെച്ചോണ്ട് സെക്സ് ആസ്വദിച്ച ചില ആചാര്യന്മാരെ പോലെ അല്ല.
അതുപോലെ ജലന്ധറിലെ ബിഷപ്പ് ലോഹ അകത്തിട്ടുകൊണ്ട് കുറെ കന്യാസ്ത്രീകളെ സെക്സ് ആസ്വദിക്കാൻ ഉപയോഗിച്ച മാതിരിയല്ല ഗർഭാധാനം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇനി ഞാൻ ശരിക്കുള്ള മറുപടിയിലേക്ക് വരികയാണ്. ഭാരതത്തിൽ സെക്സ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമാണ്. അത് നിഷിദ്ധമല്ല, നെഗറ്റീവല്ല, അത് പവിത്രമാണ്. അത് ഒരു വലിയ 16 ആചാരങ്ങളിൽ ഏറ്റവും വലിയ അനുഷ്ഠാനമാണ്. അതിന് കുറേ ചടങ്ങുകൾ പറയുന്നുണ്ട്. അതെല്ലാം ഇന്ന് സയന്റിഫിക്കലി റീസണബിളി പ്രൂവണുമാണ്. നല്ല സമയം നോക്കി, നല്ല അന്തരീക്ഷത്തിൽ, നല്ല ഭക്ഷണം കഴിച്ച്, നല്ല രീതിയിലുള്ള ചുറ്റുപാടുകളിൽ നന്മ നിറഞ്ഞ പലതും കേട്ടും കണ്ടും ആഹ്ലാദിച്ചും ആസ്വദിച്ചും സന്തോഷത്തോടു കൂടിയും വേണം പ്രജ ഉൽപാദനം നടത്താൻ എന്ന് ആയുർവേദവും നമ്മുടെ ഗർഭോപനിഷത്തും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും ഇന്റർകോഴ്സ് നടത്തണമെങ്കിൽ, സെക്സ് നടത്തണമെങ്കിൽ പുരുഷന്റെ ലിംഗവും സ്ത്രീയുടെ യോനിയും വേണമല്ലോ. അതുകൊണ്ട് ഇത് രണ്ടും ഇല്ലാത്തിടത്തോളം കാലം പിന്നെ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയുന്ന പ്രശ്നമില്ല. ഇതിന്റെ രണ്ടിന്റെയും ഉപയോഗമാണ് ഇത്. ഇനി ശരിക്കുള്ള ആൻസർ കൂടി പറയട്ടെ. ഇതിന്റെ മിസ്യൂട്ടിലൈസേഷൻ അല്ലേ ജലന്ധർ ബിഷപ്പ് നടത്തിയത്? ഈ ശിവന്റെ ലിംഗത്തെക്കുറിച്ച് ചോദിക്കുന്നവർ എന്തുകൊണ്ട് ജലന്ധർ ബിഷപ്പിന്റെ ചോദിക്കണില്ല? കണ്ണൂരിലെ കൊട്ടിയൂരിലെ അച്ഛൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പിഴപ്പിച്ച് 60 വർഷം ജീവപര്യന്തം തടവിന് ജയിലിൽ കിടക്കാണ്. അങ്ങേരുടെ ഈ സാധനത്തിൽ എന്താ പറ്റിയത്? ജോസ് ചെറിയാൻ ജോസെ ഒന്ന് ഉത്തരം പറയണം. യഥാർത്ഥത്തിൽ അഭയക്ക് എന്താ പറ്റിയത്? കോട്ടൂരും സ്റ്റെഫിയും കൂടി എന്താ ചെയ്തത്? നിങ്ങൾക്കറിയോ? ശരിക്ക് കൊട്ടാരക്കരയിലെ സെമിനാരിയില് പുരുഷന്മാരെ, അതായത് അച്ഛന്മാരാകാൻ പോകുന്ന ആൺകുട്ടികളെ വർഷങ്ങളോളം പെൺകുട്ടികളെ പോലെ ഉപയോഗിച്ച ഒരു അച്ഛനാണ് അതിന്റെ നേതാവ്. അപ്പൊ രണ്ടും ഒന്ന് തന്നെയല്ലേ? അത് ശിവലിംഗമല്ലല്ലോ, മനുഷ്യന്റേതല്ലേ? 2 ആണുങ്ങളെയും ദിവസവും രാത്രിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെമിനാരിയിലെ അച്ഛൻ വന്നപ്പോ ശിവനോട് ചോദിച്ച ചോദ്യം ഒന്ന് കൊട്ടാരക്കരയിലെ സെമിനാരിയിലെ അച്ഛനോട് ചോദിക്കായിരുന്നില്ലേ? ഈ തെക്കൻ തിരുവിതാംകൂറിലെ എത്ര അച്ഛന്മാരാണെന്നറിയാമോ ലുക്കൌട്ട് നോട്ടീസിലിരിക്കുന്നത്? എത്ര സ്ത്രീകളെ പിഴപ്പിച്ചത്? തൃപ്പൂണിത്തുറയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ അച്ഛൻ 3 സ്ത്രീകളിൽ ദിവ്യഗർഭം നൽകിയപ്പോ അയാളെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അടുത്തുള്ള ഒരു ഇടവഴിക്ക് പേര് കൊടുത്തു, പുതുശ്ശേരി റോഡെന്ന്. അയാൾ തൃപ്പൂണിത്തുറയിലേക്ക് ഇപ്പൊ വന്ന കൊന്നുകളെ, അയാളുടെ കുട്ടികൾ കുറെ വീടുകളിലുണ്ട്. അപ്പോ ലിംഗം നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ പൂജിക്കാം, അല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചാൽ ഹിന്ദുക്കളുടെ വീട്ടിൽ കിടക്കാൻ പോയ സന്യാസിയുടെ കഷ്ണം മാറ്റിയത് അതുകൊണ്ടാണ്. മുസ്ലിങ്ങൾ ലിംഗം മുറിച്ച മാതിരി അല്ല ചെയ്തത്. ആവശ്യമില്ലാത്ത സ്ഥലത്ത് അത് കയറി ഉപയോഗിച്ചപ്പോഴാണ് അതില്ലാണ്ട് ഒരു കാവ്യവസ്ത്രധാരിക്ക് പോവേണ്ടി വന്നത്. അത് ക്രിസ്ത്യൻ സമൂഹത്തിൽ നടക്കാതിരിക്കാൻ കാരണം എന്താ അറിയാമോ? ഈ കന്യാസ്ത്രീകളെ തടവറകളിലും അളച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇത്രയും അധികം ജോസ് ചെറിയാന് ലിംഗത്തെക്കുറിച്ച് ഇങ്ങനെ തോന്നിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? നമ്മുടെ യഹോവ എന്ന് പറയുന്ന പാർട്ടി ആദത്തിനെ ഉണ്ടാക്കിയില്ലേ? ആ ആദം നടന്നിരുന്നത് നഗ്നനായിട്ടല്ലേ? ആദത്തിൽ നിന്ന് അവയെ ഉണ്ടാക്കിയില്ലേ? അവർ രണ്ടുപേരും നഗ്നരായിട്ടല്ലേ നടന്നിരുന്നത്? അവരോട് ജ്ഞാനക്കനി തിന്നരുതെന്ന് യഹോവ എന്ന നിങ്ങളുടെ ദൈവം പറയാനുള്ള കാര്യം എന്തായിരുന്നു? അവർ ജ്ഞാനക്കനി തിന്നിരുന്നെങ്കിൽ അവർക്ക് വിവേകം ഉണ്ടാവുമായിരുന്നില്ലേ? ഈ നഗ്നത ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതിന് പകരം അവർ അത് അറ്റ്ലീസ്റ്റ് കവർ ചെയ്യുമെങ്കിലും ചെയ്യുമായിരുന്നില്ലേ? പൂജിച്ചില്ലെങ്കിലും കവർ ചെയ്യുന്നത് പോലും യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അവർ ജ്ഞാനക്കനി തിന്നരുതെന്ന് പറഞ്ഞത്? ആ സാത്താൻ ജ്ഞാനക്കനി തിന്നാനായിട്ട് പ്രേരിപ്പിച്ചത് കൊണ്ട്, രണ്ടും ജ്ഞാനക്കനി തിന്നത് കൊണ്ട്, നഗ്നരാണെന്ന് മനസ്സിലായത് കൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള അത്തിയില ഉപയോഗിച്ച് കവർ ചെയ്തു. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനികൾ നടക്കുന്നത് തന്നെ തുണിയില്ലാതെ ആകുമായിരുന്നില്ലേ? ഇത്ര വലിയവനാണെങ്കിലും. അപ്പോ ഈ ലിംഗവും യോനിയും ഒന്നും അത്ര വർജ്യമായിട്ടുള്ള ഒന്നല്ല ജോസ് ചെറിയാനെ. അതൊക്കെ മനസ്സിലാക്കാനുള്ള നിങ്ങളുണ്ടായത് നിങ്ങളുടെ അച്ഛനും അമ്മയും കറക്റ്റായിട്ട് അത് ഉപയോഗിച്ചത് കൊണ്ടാണ്. അബദ്ധം പറ്റിയതായിരിക്കാം. എന്നാലും അറിയണം, ഓരോരുത്തരും ഇവിടുത്തെ സർദാർ പട്ടേൽ ആണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും പുടിൻ ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി ആണെങ്കിലും ഷട്ടർ പൊക്കിയവന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ വേറൊരു മന്ത്രിയും കൂടിയുണ്ട്, തന്ത്രിയുടെ ഡ്രസ്സ് മാത്രം നോക്കി നടക്കുന്ന പാർട്ടി. അതുങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും ഈ ലോകത്തിലെ 746 കോടി ജനതയും ഉണ്ടായത് അവരുടെ അച്ഛനും അമ്മയും അവരുടെ ലൈംഗിക അവയവം കറക്റ്റായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ്. ചിലര് ജന്മം നൽകിയിട്ട് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് പിന്നീട് കരയുന്നുണ്ടാവുമായിരിക്കാം. എന്നാലും ഇതൊക്കെ വർജ്യമായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ജനങ്ങളെ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഇതിനെ ഒന്നും പൂജിക്കണം എന്നല്ല, പൂജിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റല്ല എന്ന് പറയുകയാണ്. അത് അല്ലാത്ത ഒന്നിനെ പൂജിക്കുന്നു എന്നാണ് ധരിച്ചിട്ട് വിവരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ലിംഗവും നിങ്ങളുടെ യോനിയൊക്കെ കുറേയധികം വർജ്യമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരുമിച്ച് കിടക്കാൻ പോവരുത്. 2 മുറിയിൽ കിടക്കണം. നിങ്ങളൊക്കെ
അതിനെ പ്രയോഗിക്കാനാണല്ലോ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു കെട്ടിലിൽ കിടക്കുന്നത്. ഇത്രയൊക്കെ കൂടി അറിയണം. വർജ്യമായിട്ടുള്ളതും നിഷിദ്ധമായിട്ടുള്ളതും അവഹേളനാത്മകമായിട്ടുള്ള ഒന്നല്ല മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ. പണ്ടൊക്കെ കക്കൂസ് ഉണ്ടാക്കിയിരുന്നത് പുറത്താ, ഇപ്പൊ കക്കൂസ് ഉണ്ടാക്കുന്നത് അകത്താ. അതുപോലും വർജ്യമല്ല എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കട്ടെ. അതല്ലാതെ ശിവലിംഗം പൂജിച്ചത് കൊണ്ട് തളഞ്ഞു വീഴുമൊന്നുമില്ല. ഈ പല പല പ്രവാചകന്മാരും പല പല വ്യക്തികളും ഒക്കെ നിങ്ങളുടെ ബൈബിള് പ്രചരിപ്പിക്കാനായിട്ട് ലോകം മുഴുവനും നടന്ന പാസ്റ്റർമാരുണ്ടാക്കിയ ഈ തലമുറ ഇപ്പൊ പോപ്പിന്റെ മുമ്പിൽ കരഞ്ഞോണ്ട് നിൽക്കുമ്പോ പോപ്പ് മാപ്പ് പറയാ. അറിയണം, യേശുക്രിസ്തുവിനെ കച്ചവടം നടത്താൻ പോയവരിൽ ലിംഗം ദുരുപയോഗം ചെയ്തതാണ്, അവരുടെ അവയവം ദുരുപയോഗം ചെയ്തതാണ് ഇത്രയും പേരുടെ മുമ്പിൽ മാപ്പ് പറയേണ്ടി വന്നത്. ഇനിയും ഉണ്ട് ഒരു അരമണിക്കൂർ പറയാൻ. ജോസ് ചെറിയാൻ ഇത്ര മതിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് രാത്രി സന്ദേശം എന്ന രീതിയിൽ ജോസ് ചെറിയാൻ പറഞ്ഞത് ശിവന്റെ ലിംഗത്തെ പൂജിക്കുകയും മനുഷ്യലിംഗത്തിൽ നിന്ന് അത് എന്ത് വ്യത്യാസമുണ്ടെന്നും അതിനെക്കുറിച്ച് എന്താ നീ ഒന്നും മിണ്ടാത്തത് ഗോപാല എന്ന് ചോദിച്ചതിന് ഉത്തരമാണ് ജോസ് ചെറിയാനെ ഇത് നിനക്ക് തന്നത്. തനിക്ക് എന്ന് പറയില്ല, നിനക്ക് തന്നത്. ഇനിയും ഉണ്ട് ഒരു അരമണിക്കൂർ കൂടി പറയാൻ. ഇത്ര മതി, ഇതിൽ കൂടുതൽ രാത്രി സന്ദേശത്തിൽ കൊടുത്താൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് നിർത്തുന്നു. പ്രണാമം.